ലൈറ്റിംഗ് ബൾബ് പ്രൊജക്ടർ തയ്യാറാക്കാനുള്ള ഒരു ബൾബാണ്. 100 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ബൾബിൻ്റെ ഈ അഗ്രഭാഗം ഇതുപോലെ പൊട്ടിച്ച് കളയണം. അതിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ അത് നന്നായി ഒരു കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ഇത് ഈ രീതിയിൽ കളയാവുന്നതാണ്. ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ പാർട്ട് ഇതിൽ നിന്നും ഊരിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇനി അടുത്തതായി ബൾബിൽ വെള്ളം നിറച്ച് കൊടുക്കണം. ഈ രീതിയിൽ വെള്ളം നിറച്ചെടുക്കുക. ഇനി നമുക്ക് ബോക്സ് നിർമ്മിക്കണം. പ്രൊജക്ടർ ഫിറ്റ് ചെയ്യാനുള്ള ബോക്സാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഒരു ബ്ലേഡും രീതിയിലുള്ള ബ്ലേഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ രീതിയിൽ മുറിച്ചെടുക്കണം. ബോക്സ് നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രമേ ഇതിൽ ആവശ്യമായി വരുന്നുള്ളൂ. ഈ രീതിയിൽ കാണാം. ഇനി നമുക്കിത് കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഹോൾസ് അടച്ചു കൊടുക്കാം. ഈ രീതിയിൽ വെട്ടി സ്ട്രോങ് ആകാനുള്ള ഇതിനാവശ്യമില്ലാത്ത എല്ലാ പാർട്ടും ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇനി സ്റ്റാപ്ലർ ഉപയോഗിച്ച് നമുക്കിത് പെട്ടി പിൻ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ബൾബ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം. ഈ രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ച് ബൾബിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ബൾബ് ഫിറ്റായി നിൽക്കുന്ന രീതിയിൽ ഇത് റെഡിയായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൾബ് നല്ലപോലെ അവിടെ നിൽക്കാൻ വേണ്ടി നമുക്കിതിന് ബൾബിൻ്റെ സപ്പോർട്ടിംഗ് പാർട്ടുകൾ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഉപയോഗിച്ച് നമുക്കതിൽ പിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു കട്ടി കൂടിയ രീതിയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബോക്സിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ തന്നെ ബൾബിൻ്റെ സപ്പോർട്ടിംഗ് പാർട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്ത് കൊടുക്കാം. ഏകദേശം അത് റെഡിയായി. ബൾബ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ബൾബ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കാണാം. ഇതിന് ബൾബിൻ്റെ സൈഡ് ഭാഗത്തുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ ഈ രീതിയിൽ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ്, പിൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഏകദേശം ബൾബ് അനങ്ങാത്ത രീതിയിൽ തന്നെ അത് ഫിറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭാഗത്താണ്, ബൾബിൻ്റെ മേലെ ഭാഗത്ത് ബൾബ് നന്നായി ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു കഷ്ണം, കാർബോണിൻ്റെ കഷ്ണമാണ് ഇതിൽ ഫിറ്റാക്കി കൊടുക്കുന്നത്. അതുപോലെ സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ രണ്ട് ഭാഗത്തും പിൻ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ഇതിൻ്റെ സൈഡിലുള്ള കാർബണിൻ്റെ പീസുകൾ അധികം നിൽക്കുന്നത് കട്ട് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് സെലോ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ബോക്സ് ലൈറ്റിംഗ് ബൾബ് പ്രൊജക്ടർ ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം A4 പേപ്പർ ഉപയോഗിച്ച്. മുൻപിൽ A4 പേപ്പർ ഈ രീതിയിൽ നന്നായിട്ട് സെറ്റാക്കി പിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ബോക്സിന് നന്നായി ഒരു ഭംഗി ലഭിക്കും, ഒരു വൈറ്റ് എഫക്റ്റ് ലഭിക്കുന്നതാണ്. ഡെക്കറേഷൻ ഇനി എക്സ്ട്രാ ആയിട്ട് വരുന്ന A4 ഷീറ്റിൻ്റെ ഭാഗം നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ഈ രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബൾബിൻ്റെ പ്രധാനപ്പെട്ട ബൾബ് A4ൻ്റെ ഡെക്കറേറ്റ് ചെയ്ത അത് ബൾബ് ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മേലെ കവർ ചെയ്തതാണ്, നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ഇത് ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ബൾബ് പഴയ പോലെ നന്നായി ഫിറ്റ് ആവണമെന്ന് നോക്കണം. ഏകദേശം നന്നായി ഫിറ്റായി തന്നെ നിൽക്കാനാണ് സാധ്യത. ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൾബിൽ വെള്ളം നിറച്ചുകൊണ്ട് നമുക്ക് ബോക്സിൽ ഫിറ്റ് ചെയ്ത് സ്ക്രീനിൽ തയ്യാറാക്കിയ സ്ക്രീനിൽ വീഡിയോസ് കാണാൻ സാധിക്കും. വെള്ളം നിറച്ച ബൾബ് ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിംഗ് ബൾബ് പ്രൊജക്ടറും നമുക്ക് വീഡിയോസ് കണ്ടു നോക്കാം. സ്ക്രീൻ ഞാൻ നേരത്തെ തയ്യാറായിട്ടുണ്ട്. ഒരു ടാബ് ഉപയോഗിച്ചാണ് ഞാൻ ദൃശ്യങ്ങൾ അതിൽ തലകീയായിട്ടാണ് ഈ ബൾബിൽ പ്രദർശിപ്പിക്കുന്നത്. ഇത് സ്ക്രീനിൽ നമുക്ക് നേർ ദിശയിൽ തന്നെ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഇതുപയോഗിച്ച് കോമഡിയും സിനിമയും മറ്റും ഒക്കെ വീട്ടിൽ കാണാൻ സാധിക്കും. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇതുപോലെ തന്നെ കേടായ ബൾബ് ഈസിയായിട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ട്രൈ ചെയ്യാം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഇതുപോലെ തയ്യാറാക്കുന്ന മറ്റു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല രസകരമായ വീഡിയോസുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മാസ്റ്റർ പീസ്.